ബിരിയാണിയാണ്. ഓണത്തിന് ബീഫ് ബിരിയാണി കഴിക്കാൻ പോലും. മലയാളികളുടെ സ്വന്തം ബോച്ചെ. പുള്ളി എന്ത് ചെയ്താലും ഒരു വെറൈറ്റി ആയിരിക്കും. ഇന്ന് വിളിക്കാതൊരു സുന്നത്ത് കല്യാണത്തിന് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ബോച്ചെ. നേരെ ബിരിയാണി പാചകം ചെയ്യുന്നിടത്ത് വന്ന് ആ ബിരിയാണിയൊക്കെ ഒന്ന് ഇളക്കി നോക്കി. ഇപ്പൊ നമ്മള് വിളിക്കാത്ത സുന്നത്ത് കല്യാണത്തിന് വന്നതാ. വിളിച്ചോടത്തൊന്നും പോവാൻ പറ്റാറില്ല. ഇവിടെ ബീച്ചിൽ വന്നതാണ്. അപ്പൊ ഈ നേരമായപ്പോൾ നമ്മള് ബിരിയാണിയുടെ ഒരു മണം കേട്ടു. അപ്പൊ നമ്മൾ ചോദിച്ചു എന്താ ബിരിയാണിയുടെ മണം എടുത്തുന്നുള്ളത്. താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ട് ബാക്കിലാ. വിളിച്ചോടത്ത് എത്തിയില്ലെങ്കിലും വിളിക്കാത്തോടത്ത് എത്തിപ്പെടാറുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. സുന്നത്തുകാരനെ ഇവിടെ അടുത്താണോ? ബിരിയാണി അങ്ങോട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. കൂടാതെ അവിടെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചായ അല്ല ബിരിയാണി കഴിക്കാൻ വന്നാ. അത് ശരി. ചായ കഴിച്ച് വിടാനുള്ള പരിപാടിയാണ്. അടുത്ത കല്യാണം എപ്പോഴും? ഇത് ആദ്യത്തെ കല്യാണല്ലേ? ഇതെന്താ പാവാടിയിട്ടിരിക്കാണോ? അങ്ങനെ കട്ടാണ്ടിരിക്കാണ്. അപ്പൊ ഓക്കെ ബൈ. അടുത്ത കല്യാണത്തിന് കാണാൻ കേട്ടോ. ഇപ്പൊ വിളിക്കാണ്ട് വന്ന അടുത്ത കല്യാണത്തിന് വിളിച്ചോളാം. അങ്ങനെ ബോച്ച ഒരു സാധാരണക്കാരന്റെ പോലെ ആ കുടുംബത്തോടൊപ്പം ബിരിയാണി കഴിച്ചു. എല്ലാരും ബോച്ചയുടെ കൂടെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിട്ടോ. ആ കുടുംബത്തിന് ആ കൗതുകകരമായ സാന്നിധ്യം വലിയ സന്തോഷം തന്നെയായിരുന്നു.